മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻജിൻ പെർഫോമൻസ് അനാലിസിസും വാരിയസ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് പവേഴ്സ് ഇൻ എൻജിൻസ് എന്നിവയെക്കുറിച്ചാണ്. അപ്പം അതിനു മുമ്പായി നമുക്ക് ആദ്യം എൻജിൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. പിസ്റ്റൻ്റെ ഏറ്റവും എക്സ്ട്രീം പൊസിഷൻ അത് രണ്ടും TDC BDC എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിസ്റ്റൺ നമുക്ക് ഇവിടെ കാണാം, സിലിണ്ടർ അറേഞ്ച്മെൻറ്റൊക്കെ. അപ്പോൾ ഇതിൽ ഈ പോയിൻ്റാണ് TDC, പിസ്റ്റൺ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് മുകളിലേക്ക്. അപ്പോൾ അവിടെ TDC. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് പിസ്റ്റൺ താഴെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് BDC. അപ്പം ബോട്ടം എക്സ്ട്രീം പൊസിഷൻ BDC ആയി. അപ്പോൾ BDC മുതൽ TDC വരെയുള്ള ഡിസ്റ്റൻസാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുവരെ ട്രാവൽ ചെയ്യുന്ന വോളിയമാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. പിന്നെ സിലിണ്ടർ ഹെഡും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് കൊടുക്കുന്ന മെറ്റീരിയലാണ് ഗ്യാസ്കറ്റ്. കമ്പഷൻ ചാമ്പർ സിലിണ്ടർ ഹെഡിനും സിലിണ്ടർ ബ്ലോക്കിനും ഇടയിലായിട്ട് പിസ്റ്റൻ്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്ന വോളിയം ഇവിടെയാണ് വരുന്നത്. പിന്നെ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രോക്ക് ലെങ്ത്ത്, ഇവിടെ കാണുന്ന ഇതേ സ്ട്രോക്ക് ലെങ്ത്ത് നമുക്ക് ഈ ഒരു ഏരിയയിലും കാണാൻ പറ്റും. അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ താഴത്തേക്ക് വരുന്നൊരു എക്സ്ട്രീം പോയിൻ്റ് ഉണ്ട്, അതേപോലെ ഇവിടെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു എക്സ്ട്രീം പോയിൻ്റും ഉണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസും സ്ട്രോക്ക് ലെങ്ത്ത് തന്നെയായിരിക്കും. ഇനി ഈ രണ്ട് പോയിൻറ്റിൻ്റെയും സെൻറ്ററിലൂടെ ക്രാങ്ക് റേഡിയസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയൊക്കെ. പിന്നെ സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെ ബോറ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. സിലിണ്ടർ ബോറ് എന്ന് പറയുമ്പോൾ സിലിണ്ടറിൻ്റെ ഡയമീറ്ററാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ നമുക്ക് അടുത്തൊരു ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ പെർഫോമൻസ് പാരാമീറ്റേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എൻജിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ്, എൻജിൻ്റെ എഫിഷ്യൻസി ഏതെല്ലാം രീതിയിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇൻഡിക്കേറ്റഡ് ആൻഡ് ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷറാണ്. പിന്നെ ഇൻഡിക്കേറ്റഡ് പവർ IP വരുന്നുണ്ട്, ബ്രേക്ക് പവർ BP, ഫ്രിക്ഷണൽ പവർ ഉണ്ട്. അതിനുശേഷം മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ, വോളിമെട്രിക് എഫിഷ്യൻസി, ഹീറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂവൽ എയർ റേഷ്യോ, ഈക്വലൻസ് റേഷ്യോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് PV ഡയഗ്രാം, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഐഡിയൽ PV ഡയഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷറൊക്കെ ഈ ഒരു ഡയഗ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. ആവറേജ് വാല്യൂ വരുന്നത് 4 to 12 ബാറാണ്. ആവറേജ് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് 12 ബാറാണ്. അപ്പോൾ ഈ ഒരു മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് ഈ ഒരു ഓരോ സ്ട്രോക്ക് നടക്കുന്ന സമയത്തും പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെയാണ്. അപ്പോൾ അത് നമുക്കൊരു ഡയഗ്രാം വരച്ച് നോക്കിയാൽ, അപ്പോൾ ഇവിടെ നമുക്ക് സക്ഷൻ സ്ട്രോക്ക്, പിന്നെ 1 to 2 നടക്കുന്നത് കംപ്രഷനാണ്, 2 to 3 കംപ്രഷൻ നടക്കുന്നു, 3 to 4 വരുന്ന സമയത്ത് പവർ സ്ട്രോക്ക്, അതായത് എക്സ്പാൻഷനാണ്, പിന്നെ 4 to 1 എക്സോസ്റ്റ് നടക്കുന്നു. അപ്പോൾ സക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കാണിക്കുന്നില്ല. അപ്പോൾ സക്ഷൻ ശരിക്കും അടിഭാഗത്തായിട്ടാണ് വരുന്നത്. സക്ഷന് ശേഷം ഇവിടെ 1 to 2 എന്ന് പറയുന്നത് കംപ്രഷനായിട്ടാണ് വരുന്നത്. ഇവിടെ അഡയാബാറ്റിക് കംപ്രഷൻ, പിന്നെ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ, ആ ഒരു രീതിയിൽ ഹീറ്റ് അഡീഷനാണ് പിന്നെ നടക്കുന്നത്. ഹീറ്റ് അഡീഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതിൻ്റെ എഫക്റ്റിൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ നടക്കുന്നു. അതിനുശേഷം എക്സോസ്റ്റ്, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ സൈക്കിൾസിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കേസ് വരുന്ന സമയത്ത് ഇതാണ് ആക്ച്വൽ PV ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ വോളിയം ഡയഗ്രാമാണ് PV ഡയഗ്രാം എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് സക്ഷൻ സ്ട്രോക്ക് ഉണ്ട്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു TDC മുതൽ BDC വരെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഓരോ സിലിണ്ടറിൻ്റെ ഏരിയ ഒക്കെ ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഏരിയ 1ൻ്റെ കേസ് എന്ന് പറയുന്നത് കംപ്രഷനും എക്സ്പാൻഷനും നടക്കുന്ന സമയത്തുള്ള ആ ഒരു പ്രഷറാണ്. ആ ഒരു ഏരിയയിലുള്ള പ്രഷറിനെയാണ് ഏരിയ 1. അതിനെ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ ഗ്രോസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഗ്രോസ് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രഷനും പവറും നടക്കുന്ന ആ ടൈമിലുള്ള മീൻ എഫക്റ്റീവ് പ്രഷറാണ്. നെറ്റ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് സക്ഷനും എക്സോസ്റ്റും ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ പ്രഷറും കൂടി കൺസിഡർ ചെയ്യും. അങ്ങനെ രണ്ടും കൂടി ചേർന്നിട്ടുള്ള നെറ്റ് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷറാണ് IMAP N എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏരിയ 1ഉം ഏരിയ 2ഉം കൂടി ചേർന്നിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ പമ്പിങ് മീൻ എഫക്റ്റീവ് പ്രഷറാണ് PMEP എന്ന് പറയുന്നത്. അപ്പോൾ അത് വാൽവ് ഓപ്പൺ ക്ലോസിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു വർക്ക് ഡൺ പെർ സൈക്കിളിനെ ഗ്യാസ് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മീൻ എഫക്റ്റീവ് പ്രഷറാണ് PMEP എന്ന് പറയുന്നത്. അതേപോലെ BMEP എന്ന് പറയുന്നത് ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷറാണ്. ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ IMAPയിൽ നിന്ന് FMEP എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ മീൻ എഫക്റ്റീവ് പ്രഷറാണ്. അപ്പോൾ അങ്ങനെ മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ പിസ്റ്റൻ്റെ ഓരോ ടൈമിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അത്ര അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്. എഫിഷ്യൻസി ഒക്കെയാണ് കൂടുതലായിട്ടും PSC ചോദിക്കാറ്. അപ്പോൾ ഇവിടെ ഗ്രോസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ BMEP എന്ന് പറയുമ്പോൾ എപ്പോഴും BP എന്ന് പറയുമ്പോൾ IP മൈനസ് FP ആണ്. അതിൻ്റെ ടേമുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. ഇതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്ന ഡയഗ്രാമാണ് PV ഡയഗ്രാം. പിന്നെ നമുക്ക് 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്സ് ആണ്. ഇവിടെ നമുക്ക് പവറിൻ്റെ യൂണിറ്റ് ഒക്കെ വരുന്നത് വാട്ട്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പവറിലേക്ക് കടക്കാം. ഇൻഡിക്കേറ്റഡ് പവറാണ്. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് എൻജിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവറാണ്. ദ ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ദ പവർ ആക്ച്വലി ഡെവലപ്ഡ് ബൈ ദ എൻജിൻ. അപ്പോൾ ഒരു എൻജിൻ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ. പക്ഷേ ആ പവർ നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ടായിട്ട് കിട്ടില്ല. ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷനാണിത്. PM × LAN/120. അപ്പോൾ ഇവിടെ PM എന്ന് പറയുന്നത് മീൻ എഫക്റ്റീവ് പ്രഷറാണ്. L എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ആണ്. N എന്ന് പറയുന്നത് എൻജിൻ RPM ആണ്. അപ്പോൾ ഇവിടെ മൾട്ടി സിലിണ്ടർ എൻജിൻ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ PM LANK എന്ന് പറയുന്ന ഒരു വേർഡും കൂടി ഉണ്ടാവും. അപ്പോൾ K എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിലിണ്ടേഴ്സാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 4 സ്ട്രോക്ക് എൻജിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇൻഡിക്കേറ്റഡ് പവർ കാണാൻ 4 സ്ട്രോക്ക് എൻജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PM LAN/120, അതായത് 60 × 2. അപ്പോൾ അത് 2 സ്ട്രോക്ക് ആവുന്ന സമയത്ത് PM LAN/60 മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. 4 സ്ട്രോക്ക് ആകുമ്പോൾ /120 ആണ്. 2 സ്ട്രോക്ക് ആവുന്ന സമയത്ത് /60 ആയിരിക്കും വരിക. അപ്പോൾ അത് എൻജിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവറാണ്. ഒരിക്കലും നമുക്ക് ഔട്ടായിട്ട് കിട്ടില്ല. ഇനി അടുത്തത് ബ്രേക്ക് പവറാണ്. എൻജിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവർ ഇൻഡിക്കേറ്റഡ് പവറായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന പവറാണ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ദ ബ്രേക്ക് പവർ ഈസ് ദ പവർ അവൈലബിൾ അറ്റ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഓഫ് ദ എൻജിൻ. അപ്പോൾ ബ്രേക്ക് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2π NT/60 ആണ്. അപ്പോൾ അവിടെ
N എന്ന് പറയുന്നത് എൻജിൻ RPM ആണ്, T എന്ന് പറയുന്നത് ടോർക്കാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് പവറിൻ്റെ വേറൊരു ഇക്വേഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസീൻ്റെ ടേംസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കി വരാം. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഒബ്ടൈൻഡ് അറ്റ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവറാണ്. അതായത് ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവറാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി വരുന്നത്, BP/IP. അപ്പോൾ ആ മെക്കാനിക്കൽ എഫിഷ്യൻസി വരാൻ കാരണം അങ്ങനെ ഒരു ടേംസ് ലോസസ് വന്നിട്ടാണ്. ഒരുപാട് മെക്കാനിക്കൽ ലോസസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ബെയറിങ്സ് ഫ്രിക്ഷൻ കാരണം കുറേ പോകുന്നുണ്ട്, പമ്പിങ് ലോസസ്, അങ്ങനെ ഒരുപാട് ലോസസ് വന്നിട്ടാണ് അതിൻ്റെ ബ്രേക്ക് പവർ എത്തുമ്പോഴത്തേക്ക് പവർ കുറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ വരുന്ന ലോസസിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്രിക്ഷണൽ പവറായിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പവർ കാണുന്ന ഇക്വേഷൻ മെക്കാനിക്കൽ എഫിഷ്യൻസിയും കൂടി കണ്ടതിന് ശേഷം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ബ്രേക്ക് പവർ എങ്ങനെ കാണാമെന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ വരുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് BP/IP ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് BP നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എഫിഷ്യൻസി M/IP ചെയ്ത് കഴിഞ്ഞാൽ BP കിട്ടും. അപ്പോൾ അവിടെ IPയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നു. 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ PM/LAN ഡിവൈഡഡ് ബൈ 120. അപ്പോൾ അവിടെ ഈ PM മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു വേർഡും കൂടി വരികയാണ്, BMEP, ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്ന ആ ഒരു സംഭവമായിട്ട് മാറും. ഇൻറ്റു LAN/120ക്ക് മാറ്റമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷനും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, BMEP ഇൻറ്റു LAN/120. അപ്പോൾ അത് 2 സ്ട്രോക്ക് ആണെങ്കിൽ BMEP ഇൻറ്റു LAN/60 വരും. അപ്പോൾ അതും ബ്രേക്ക് പവറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഈ ഒരു ഇക്വേഷൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. നോർമൽ എക്സാംസിനൊക്കെ BP കാണാനുള്ള 2πNT/60 ചോദിക്കും. എഫിഷ്യൻസി മെക്കാനിക്കൽ BP/IP ചോദിക്കും. പവറിൻ്റെ യൂണിറ്റ് നോട്ട് ചെയ്ത് വെക്കണം, വാട്ടാണ് വരുന്നത്. വാട്ട് കിലോ വാട്ടിലൊക്കെയാണ് പറയാറ്. ടോർക്കിൻ്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി അതിന് കാരണമാവുന്ന അല്ലെങ്കിൽ ലോസസ് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗിയേഴ്സ് വരുന്നുണ്ട് ഒരുപാട്, പിന്നെ വാൽവ് മെക്കാനിസങ്ങൾ, ബെയറിങ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇൻഡിക്കേറ്റഡ് പവർ കുറച്ച് ലോസ് ആവും. അപ്പോൾ അവിടെ 7 to 9% ആണ് ലോസ് ആവുന്നത്. പിന്നെ കുറച്ച് എൻജിൻ ഓക്സിലറീസ് ഉണ്ട്, അതായത് ഫ്യൂവൽ പമ്പ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ്, വാട്ടർ സർക്കുലേറ്റിംഗ് പമ്പ്, റേഡിയേറ്ററിൻ്റെ പമ്പ്, ഇലക്ട്രിക് ജനറേറ്ററിൻ്റെ പമ്പ്, റേഡിയേറ്റർ ഫാന്, അങ്ങനെ കുറേ ഡിവൈസസ് വർക്ക് ചെയ്യുമ്പോഴും അവിടെയും കുറച്ച് ഇൻഡിക്കേറ്റഡ് പവർ നമുക്ക് ലോസായി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 3 to 8% ഒക്കെ അവിടെ നിന്ന് ലോസായി പോകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ഫങ്ഷൻ വരുന്നത് വെൻറ്റിലേറ്റിംഗ് ഓർ ഫാനിങ് ആക്ഷൻ ഓഫ് ഫ്ലൈ വീല്. അപ്പോൾ അങ്ങനെ ഒരു 4% അവിടെയും ലോസ് ആവുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് സ്ട്രോക്ക് വഴി നമുക്ക് ഒരുപാട് പവർ ലോസായി പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു 2 to 6% ഒക്കെ അങ്ങനെയും പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് ഒരു ആവറേജ് ആയിട്ട് കിട്ടുന്നത് 65 to 85% ആയിരിക്കും. അപ്പോൾ ഒരുപാട് ലോസസ് വഴി ആ ഒരു പവർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നത് 65 to 85% ആയിരിക്കും. ഇതൊക്കെയാണ് ഫ്രിക്ഷണൽ ലോസസിന് കാരണമാകുന്ന സാധനങ്ങൾ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്സ് അതുവഴി കുറേ ലോസ് ആവുന്നുണ്ട്. പിന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിങ് അതുവഴി പോകുന്നുണ്ട്. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലി, അപ്പോൾ അവിടെ പിസ്റ്റൺ മേറ്റിംഗ് പാർട്ടാണ്. എന്തായാലും പിസ്റ്റൺ റിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ ഫ്രിക്ഷൻ വരും, അവിടെ കുറേ ലോസുകൾ വരും.
പിസ്റ്റൺ റിങ്ങിൻ്റെ മുകളിൽ പിന്നെ വാൽവ് ഡിവൈസസ് അതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യിക്കുമ്പോൾ ക്യാം, പുഷ് റോഡ് അവിടെയൊക്കെ ഫ്രിക്ഷൻ ലോസസ് വരാം. പിന്നെ ഓയിൽ പമ്പിൻ്റെ കേസിൽ ഫ്രിക്ഷൻ ലോസുകൾ വരാം, അവിടെയും റൊട്ടേറ്റിംഗ് എലമെൻറ്റ്സ് റോട്ടേഴ്സൊക്കെ ഉള്ളതാണ്. വാട്ടർ പമ്പിൻ്റെ കേസിൽ വരാം. ജനറേറ്റർ, സ്റ്റാർട്ടർ മോട്ടറൊക്കെ വർക്ക് ചെയ്യിക്കണമെങ്കിലൊക്കെ എക്സ്ട്രാ അഡീഷണൽ പവർ നമ്മൾ കൊടുക്കണം. അപ്പം അങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ എൻജിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്തതായിരുന്നു. അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോഴത്തേക്ക് ബ്രേക്ക് പവർ ആവുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ലോസസ് സംഭവിക്കുന്നു. ആ ലോസസിനെ മൊത്തത്തിലാണ് നമ്മൾ ഫ്രിക്ഷണൽ പവർ എന്ന് വിളിക്കുന്നത്. ഇൻഡിക്കേറ്റഡ് പവറിൽ നിന്നും ബ്രേക്ക് പവർ കുറച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ പവർ നമുക്ക് കിട്ടും. IP - BP = FP. അപ്പോൾ ഫ്രിക്ഷണൽ പവറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഈ ഒരു റിലേഷൻ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. IPയിൽ നിന്നും BP മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് FP കിട്ടുക. അതേപോലെ FP + BP ആയിരിക്കും IP. ഫ്രിക്ഷണൽ പവറും ബ്രേക്ക് പവറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. അപ്പം ഇത് തമ്മിലുള്ള റിലേഷൻസ് ഓർക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് തെർമൽ എഫിഷ്യൻസീസ് നോക്കാം. അപ്പോൾ തെർമൽ എഫിഷ്യൻസി ബേസിക്കലി നമ്മൾ പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ഹീറ്റ് ഇൻപുട്ടാണ്. ബേസിക്കലി പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ഹീറ്റ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റഡ് പവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അവിടെ വരുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് പവറാണ് ഡിവൈഡഡ് ബൈ Qin, ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാസ് ഓഫ് ഫ്യൂവൽ ബേൺഡ് ഇൻറ്റു ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ. അപ്പോൾ അത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹീറ്റ് ഇൻപുട്ട് എത്രയാണോ അത് കിട്ടും. അതിൻ്റെ യൂണിറ്റ് വരുന്നത് kJ/kg. അത്രയും ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്തു എന്നുള്ളത് കിട്ടും. അപ്പോൾ അവിടെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരുന്നത് IP/mf ഇൻറ്റു ഫ്യൂവൽ കലോറിഫിക് വാല്യൂ. അപ്പോൾ അത് വോളിയത്തിൻ്റെ ടൈമിൽ പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ ബൈ VF ഇൻറ്റു ഫ്യൂവൽ കലോറിഫിക് വാല്യൂ. അപ്പോൾ അവിടെ യൂണിറ്റ് വരിക kJ/m³ ആയിട്ട് മാറും. ഇനി ബ്രേക്ക് പവറിൻ്റെ ടൈമിലാണ് പറയുന്നതെങ്കിൽ നമ്മുടെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബ്രേക്ക് പവറായിട്ട് മാറും. അപ്പോൾ ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ. അവിടെ വോളിയത്തിൻ്റെ ടൈമിൽ പറയുകയാണെങ്കിൽ BP/VF ഇൻറ്റു കലോറിഫിക് വാല്യൂ. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ എഫിഷ്യൻസിക്ക് പുതിയൊരു ഡെഫിനേഷനും കൂടി ഇവിടെ വരികയാണ്. എഫിഷ്യൻസി ഓഫ് ബ്രേക്ക് തെർമൽ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് ഇൻഡിക്കേറ്റഡ് തെർമൽ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടും. മെക്കാനിക്കൽ എഫിഷ്യൻസിൻ്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് BP/IP ആയിരുന്നു. അപ്പോൾ ഇവിടെ തെർമൽ എഫിഷ്യൻസീൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാലും ആ B തെർമൽ എഫിഷ്യൻസിയും I തെർമൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാലും മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ വരുന്നത് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷനാണ്. അപ്പോൾ അത് മെഷർ ഓഫ് എൻജിൻ എക്കണോമിയാണ്. അപ്പോൾ നമ്മൾ എത്ര ഫ്യൂവൽ ബേൺ ചെയ്യുന്നു എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഡ് വരുന്നത്, സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ. ഇപ്പോൾ ഡിഫറെൻറ്റ് സൈസിലുള്ള എൻജിൻസിനെ കമ്പയർ ചെയ്യാനൊക്കെ ഈ ഒരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ഫ്യൂവൽ ഡിവൈഡഡ് ബൈ BP. അപ്പോൾ ഒരു പർട്ടിക്കുലർ പവറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫ്യൂവൽ ബേൺ ചെയ്യണം, പെർ ഹവറിൽ എത്ര ഫ്യൂവൽ ബേൺ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫ്യൂവൽ ഒരു ഹവറിൽ ബേൺ ചെയ്യണം എന്നുള്ളതാണ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ, MF/BP.
അപ്പം ടിപ്പിക്കലി ഗ്യാസോലിൻ എൻജിൻസിൽ SFC എന്ന് പറയുന്നത് 0.3 ആണ് വരിക. 0.3 കിലോഗ്രാം പെർ കിലോ വാട്ട് ഹവർ. 0.3 കിലോഗ്രാം പെർ കിലോ വാട്ട് ഹവറാണ് ഗ്യാസോലിൻ എൻജിൻ്റെ SFC എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ടേം വരുന്നത് വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. അപ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ദ ആക്ച്വൽ വോളിയം ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ ഡ്രോൺ ഇൻ ടു ആൻ എൻജിൻ. അപ്പോൾ ഒരു എൻജിൻ്റെ ഉള്ളിലേക്ക് എത്ര എമൗണ്ട് എയർ ഫ്യൂവൽ മിക്സ്ചർ എടുക്കുമോ അത് ടു തിയറിറ്റിക്കൽ മാക്സിമം വോളിയം. അപ്പോൾ അത് ആക്ച്വൽ കേസിലും തിയറിറ്റിക്കൽ കേസിലും തമ്മിലുള്ള ഒരു റിലേഷനാണ് വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതിനെ മാത്തമാറ്റിക്കലി നമുക്ക് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ മാസ് ഓഫ് എയർ ഗെറ്റിംഗ് ഇൻ ടു ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എയർ ഷുഡ് ബി ഫിൽഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം അറ്റ് ഫ്രീ എയർ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ മാസ് ഓഫ് എയറിൻ്റെ ആ ഒരു റേഷ്യോ ആണ് വോളിമെട്രിക് എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. പിന്നെ ഇതല്ലാതെ വേറൊരു ടേമും കൂടി ഉണ്ട്. വോളിമെട്രിക് എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഫ്യൂവൽ ഇൻലെറ്റ് ഡ്യൂറിങ് ദ സക്ഷൻ സ്ട്രോക്ക് ടു ദ സ്വെപ്റ്റ് വോളിയം ഓഫ് ദ പിസ്റ്റൺ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം വോളിയം ഓഫ് ഫ്യൂവൽ ഇൻലെറ്റ് ഡിവൈഡഡ് ബൈ സ്വെപ്റ്റ് വോളിയം. അപ്പോൾ അങ്ങനെ വിളിക്കുന്നതിനെയും വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആക്ച്വൽ വോളിയം ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ. അപ്പോൾ അതാണ് ഫ്യൂവൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്കിൽ. സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് തിയറിറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റുന്ന വോളിയമാണ്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ ആണ് വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഹീറ്റ് ബാലൻസ് ചാർട്ടാണ്. അപ്പോൾ ഹീറ്റ് ബാലൻസ് ചാർട്ട് എന്ന് പറയുന്നത് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്തു, ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 100% ആണെന്ന് വിചാരിക്കുക. പക്ഷേ ആ ഹീറ്റ് ഒരുപാട് വഴിക്ക് പുറത്തേക്ക് ലോസായി പോകുന്നുണ്ട്. ഈ 100% നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി നമുക്കൊരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഏതെല്ലാം തരത്തിൽ ലോസായി പോകുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു ചാർട്ട് ആണ് ഹീറ്റ് ബാലൻസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വെഹിക്കിൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് പവർ വരുന്നുണ്ട്. പിന്നെ ഫ്രിക്ഷൻ വഴി കുറച്ച് പവർ റേഡിയേഷനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ കൂളൻ്റ്, നമ്മൾ എൻജിനെ തണുപ്പിക്കാൻ വേണ്ടി കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ആ കൂളൻ്റ് ഒരു 24% ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് 33% എക്സോസ്റ്റ് ഗ്യാസ് ആയിട്ടാണ്. ഏറ്റവും വലിയ ലോസാണ് എക്സോസ്റ്റ് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് ലോസായി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഹീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ലോസിങ് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഹീറ്റ് ബാലൻസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ ടോട്ടൽ സമ്മ് നോക്കിക്കഴിഞ്ഞാൽ 100% കിട്ടണം. അപ്പോൾ യൂസ്ഫുൾ ബ്രേക്ക് പവറായിട്ട് 34% മാറുന്നുണ്ട്. പിന്നെ കൂളിംഗ് ലോസ്, എക്സോസ്റ്റ് ലോസും ഫ്രിക്ഷൻ ലോസും ഒക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി സമ്മ് നോക്കുകയാണെങ്കിൽ 100, ടോട്ടൽ ഹീറ്റ് ഇൻപുട്ട് 100 ആക്കിയിട്ട് കാണിക്കണം. അപ്പോൾ അടുത്തൊരു ടേമാണ് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് എയർ ബൈ മാസ് ഓഫ് ഫ്യൂവലാണ്. മാസ് ഓഫ് എയർ ബൈ മാസ് ഓഫ് ഫ്യൂവലാണ് എയർ ഫ്യൂവൽ റേഷ്യോ വരുന്നത്. അപ്പം ബെസ്റ്റ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് എയർ ഫ്യൂവൽ റേഷ്യോ 12.5 ആണ് വരിക. ബെസ്റ്റ് മൈലേജിന് വേണ്ടിയിട്ട് 15.5 ആണ് വരുന്നത്. അപ്പോൾ അവിടെ 70ൻ്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മിസ് ഫയറിങ്ങിന് സാധ്യത ഉണ്ട്. ബിലോ 10 ആണ് വരുന്നതെങ്കിൽ ഫ്ലഡിങ് ആൻഡ് പ്ലഗ് ഫൗളിങ്ങിനൊക്കെ സാധ്യത വരുന്നുണ്ട്. 14.5 ആണെങ്കിലാണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. 14.5 സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ആണ്. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫ്യൂവൽ എയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാസ് ഓഫ് ഫ്യൂവൽ പെർ മാസ് ഓഫ് എയറായി മാറും.
പിന്നെ നമ്മൾ 2 ടേം കണ്ടു, റിച്ച് മിക്സ്ചറും ലീൻ മിക്സ്ചറും. അപ്പോൾ റിച്ച് മിക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫ്യൂവലിനേക്കാളും കൂടുതൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മോർ ഫ്യൂവൽ ദാൻ നെസസറി. ലീൻ മിക്സ്ചർ ആവുന്ന സമയത്ത് മോർ എയർ ആയിരിക്കും, മോർ എയർ ദാൻ നെസസറി ആണ് ലീൻ മിക്സ്ചർ വരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോനേക്കാളും കുറവായിരിക്കും എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ സ്റ്റോഷിയോമെട്രിനേക്കാളും കൂടുതലായിരിക്കും എയർ ഫ്യൂവൽ മിക്സ്ചർ വരുന്നത്. പിന്നെ നമുക്ക് ഈ സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ 2 ടൈമിൽ പറയാറുണ്ട്. ഇത് BSFC ആണ് ബ്രേക്ക് പവറിൻ്റെ ടൈമിൽ പറഞ്ഞാൽ. അതേപോലെ ISFC എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് MF/IP ആയിരിക്കും. BPക്ക് പകരം IP ആയിരിക്കും ആ ഒരു ടൈമിൽ പറയാം. പിന്നെ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു എഫിഷ്യൻസിയും കൂടി ഉണ്ട്, റിലേറ്റീവ് എഫിഷ്യൻസി ആണ്. റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ടു ദ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. It is a ratio of indicated thermal efficiency to air standard efficiency. ഇത്രയും കാര്യങ്ങളാണ് എൻജിൻ പെർഫോമൻസ് പാരാമീറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓരോ ടേംസുകളും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. So keep watching. Thank you.